നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 11. അങ്ങനെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല ഇന്ന് നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിലും ഈ മാസത്തിൽ ആദ്യമായിട്ട് 23,800 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും 23,800 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. പ്രധാനമായും 6 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ന് ശക്തമായ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതും അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. തുടർന്ന് മാർക്കറ്റിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും 1.25 ശേഷം നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ ഡേ ഹൈ ആയ 23,997 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടു. എന്നാൽ മാർക്കറ്റിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തിയപ്പോൾ 3 മണിയോടുകൂടി ഏകദേശം 80 പോയിന്റുകളുടെ ശക്തമായ ഇടിവ് നിഫ്റ്റിയിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് 23,799 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. എങ്കിലും 1.5% അഥവാ 360 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 1,312 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിയിൽ 870 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നഷ്ടത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നുമായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും 3% ഇടിവാണ് നേരിടേണ്ടതായിട്ടും വരികയും ചെയ്തത്. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 782 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 2,204 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സിൽ നിന്ന് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% ഇടിവ് മാത്രമേ നേരിടേണ്ടതായിട്ടും വന്നുള്ളൂ. സെക്ടർ വൈസ് നോക്കുമ്പോൾ NSEയിൽ നിന്നും കൺസ്യൂമർ ഡ്യൂറബിൾസ് സെക്ടറാണ് ഇന്ന് ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നത്. 4% നഷ്ടം ഇന്ന് ഇൻഡെക്സിൽ സംഭവിക്കുകയും ചെയ്തു. അതേസമയം PSU ബാങ്ക്, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലയിലുള്ള സ്റ്റോക്കുകൾക്കും ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. ടൈറ്റാൻ കമ്പനി, SBI, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടി വന്നപ്പോൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന് ഇന്ന് 8% ശക്തമായ നേട്ടവും കൈവരിക്കുവാനായി. കൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ഇടിവ് നേരിട്ടുകൊണ്ട് 95 എന്ന സൈക്കോളജിക്കൽ ലെവലും മറികടന്നുകൊണ്ട് ഫ്രഷ് റെക്കോർഡ് ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനാണ് ഏറ്റവും ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നത്. ഇന്ന് പല സെക്ടറുകളെയും മേഖലയും നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തില് നിലവിൽ വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തുടർന്ന് അത് ഊർജ്ജത്തിന്റെ മുകളിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മൂലം മാത്രമല്ല ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ചിനെ സേവ് ചെയ്യുവാനായിട്ടും അദ്ദേഹം നിർദ്ദേശിച്ച നടപടികൾ ഇന്ന് പല സ്റ്റോക്കുകളെയും കാര്യമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുകയും ചെയ്തു. എസ്പെഷ്യലി വിദേശ പര്യടനത്തിൽ നിന്നും എല്ലാവരും പിന്മാറണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ തുടർന്ന് ഇൻഡിഗോയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ യാത്ര, IRCTC തുടങ്ങിയ ഹോസ്പിറ്റാലിറ്റി സ്റ്റോക്കുകളിൽ 5% ഇടിവും ദൃശ്യമായി. കൂടാതെ എഡിബിൾ ഓയിൽസിന്റെ ഉപയോഗവും വീടുകളിൽ കുറയ്ക്കണമെന്നുള്ള അഭ്യർത്ഥനയില് പതഞ്ജലി ഫുഡ്സ്, AWL അഗ്രി തുടങ്ങിയവയുടെ സ്റ്റോക്കിലും 2% ഇടിവും പ്രകടമായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി മറികടക്കുവാനായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ തുടർന്ന് EV സ്റ്റോക്കുകളായ ഏർദ് എനർജി, JBM ഓട്ടോ തുടങ്ങിയ EV സ്റ്റോക്കുകൾക്ക് 6% നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനുമായി. മാത്രമല്ല വർക്ക് ഫ്രം ഹോമും ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞതിനെ തുടർന്ന് അതിന് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയും സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. എസ്പെഷ്യലി ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളായ പ്രിസ്റ്റേജ്, ബ്രിഗേഡ്, പുറവങ്കര തുടങ്ങിയ സ്റ്റോക്കുകളിൽ 3% ഇടിവും ദൃശ്യമായി. ടയോട്ട കിർലോസ്കർ മോട്ടോഴ്സ് മഹാരാഷ്ട്രയില് $1.9 ബില്യൺ മുടക്കിക്കൊണ്ട് പുതിയൊരു നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുകയാണെന്നുള്ള റിപ്പോർട്ട്സ് പുറത്തു വന്നു. കൂടാതെ 2029 ആകുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുമെന്നുള്ള അറിയിപ്പാണ് വരികയും ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു ഇന്ത്യൻ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ SBIയുടെ റിസൾട്ട് വരികയുണ്ടായത്. മാർക്കറ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കാത്തതിനെ തുടർന്ന് അന്ന് ഏകദേശം 5% ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്കില് ഇന്നും
5% ഇടിവ് രേഖപ്പെടുത്തി. തൽഫലമായി തുടർച്ചയായ 2 ട്രേഡിംഗ് സെഷനുകളിൽ സ്റ്റോക്കിൽ 10%-ഓളം ഇടിവും അനുഭവപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും എണ്ണയുടെ വില വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട എണ്ണയുടെ വിലയുടെ ഉയർച്ചയുടെ ഫലമായിട്ട് ഏകദേശം 1 ലക്ഷം കോടി രൂപ ഇന്ത്യൻ OMC കമ്പനികൾക്ക്, അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് നഷ്ടമായെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. എന്നാൽ അതേസമയം ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും വന്ന പ്രസ്താവനയെ തുടർന്ന് ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുമെന്നുള്ള ഊഹാപോഹങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഗവൺമെന്റ് സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതി ഇല്ലെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും വന്നിട്ടുമില്ല. ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അവകാശവാദം യുഎസിന്റെ ഭാഗത്ത് നിന്നും ചിന്തിക്കാൻ കഴിയാത്ത ഡിമാൻഡുകളാണ് അവർ വയ്ക്കുന്നതെന്നും ഇത് തങ്ങൾക്കൊരിക്കലും സ്വീകാര്യമല്ലെന്നുള്ള പ്രസ്താവന വരികയും ചെയ്തു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു ഇടിവിലേക്ക് തള്ളിവിടുവാനിടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ശനിയാഴ്ച വെളുപ്പിനോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ച ഗ്ലോബൽ മാർക്കറ്റിൽ പോസിറ്റിവിറ്റി ആയിരുന്നു നിലനിന്നിരുന്നത്. എസ്പെഷ്യലി യുഎസിൽ നിന്നും വെള്ളിയാഴ്ച റിലീസ് ചെയ്യപ്പെട്ട ജോബ് ഡാറ്റയിൽ എക്സ്പെക്ടേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് വരികയും ചെയ്തത്. തൽഫലമായി ഗിഫ്റ്റ് നിഫ്റ്റിക്കും നേട്ടം കൈവരിക്കുവാനുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വീക്കെൻഡില് വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് ഇന്ന് മാർക്കറ്റിൽ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഉയർച്ച തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതിനെ തുടർന്ന് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സും കൂടാതെ വീണ്ടും US ഡോളറിനെതിരെ ശക്തമായ ഇടിവ് ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. വ്യാഴാഴ്ച ശക്തമായ സെല്ലിങ്ങിന് ഒരു അയവ് വരുത്തിയ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച 4110 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് ശക്തമാക്കിയതും. ഇതിനെല്ലാം പുറമെ ഇന്നലെ തെലങ്കാനയിലെ ഹൈദരാബാദിൽ വെച്ച് നടന്ന ഒരു പ്രസംഗത്തില് ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ പ്രധാനമന്ത്രി ഭാഗത്ത് നിന്നും നിലവിൽ വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തുടർന്ന് പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള പുതിയ ആഹ്വാനം അപ്രതീക്ഷിതമായി തന്നെ പ്രഖ്യാപിച്ചതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് പ്രധാനമായും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് നയിക്കുകയും ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പല സ്റ്റോക്കുകളിലും സെക്ടേഴ്സിലും ശക്തമായ ഇടിവിനും ഇന്ന് കാരണമായി. ഇതിനു മുൻപ് ഇന്ത്യ ലോക്ക്ഡൌണിലേക്ക് പോയേക്കാമെന്നുള്ള പല അഭ്യൂഹങ്ങൾ വന്നെങ്കിൽ കൂടിയിട്ടും ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിൽ ഒരുപക്ഷെ അതിനുള്ള സംശയങ്ങൾ ജനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യങ്ങൾ ഉടലെടുത്താൽ അത് രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനെ തുടർന്നും ബാക്കി പറഞ്ഞ കാരണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ വിക്സിൽ ശക്തമായ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുകയും ചെയ്തത്. മാത്രമല്ല ഇന്ന് 11.5% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് 10.15% ഉയർച്ചയോടുകൂടി 18.55 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. കൃത്യം പറഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇന്ത്യ വിക്സ് 18 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ വിക്സ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന നഷ്ടങ്ങളൊക്കെ ഒരു പരിധി വരെ തിരിച്ചു പിടിക്കുകയും ചെയ്തു. നിലവിൽ ഫ്ളാറ്റ് ആയിട്ട് 14 പോയിന്റുകളുടെ നഷ്ടം മാത്രമേ ഡോ ജോൺസ് ഫ്യൂച്ചറിൽ പ്രതിഫലിക്കുന്നുമുള്ളൂ. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് 1% ജർമ്മൻ മാർക്കറ്റ് 0.5% നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ഇന്ത്യ, ജപ്പാൻ, സിംഗപ്പൂർ, തായ്ലാന്റ് മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. കൊമോഡിറ്റിയിൽ രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും 2%-ലേറെ ഉയർച്ചയോടുകൂടി തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $103.43 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $97.33 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിൽ 1% അഥവാ $50 ഇടിവാണ് അനുഭവപ്പെടുന്നതും. $4,664.89 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. KP ഗ്രീൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് BSNൽ നിന്നും കമ്പനിക്ക് ലഭിച്ച 819 കോടി രൂപയുടെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി ഔദ്യോഗികമായി തന്നെ ഇന്ന് കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. ഷാ ഫുഡ്സ്
6.6 ലക്ഷം ഓഹരികൾ 62 രൂപ 50 പൈസ പെർ ഷെയർ എന്ന നിരക്കിൽ വാങ്ങുവാനായിട്ടുള്ള ഓപ്പൺ ഓഫർ കമ്പനി ഇന്ന് പ്രഖ്യാപിച്ചു. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ഫോർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. DB കോർപ്പ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 19% ഉയർച്ചയും റവന്യൂവില് 5.2% ഉയർച്ചയും രേഖപ്പെടുത്തി. ആഫിൽ 3i കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 16%, റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 20.3% വർധനവ് രേഖപ്പെടുത്തി. ഓറിയന്റ് പേപ്പർ ആൻഡ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 18.07 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഇത്തവണ നഷ്ടം കുറച്ചെങ്കിലും 10.94 കോടി രൂപയുടെ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. അതേസമയം റവന്യൂവില് 5.52% വർധനവും രേഖപ്പെടുത്തി. ഗോൾഡിയം ഇന്റർനാഷണൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇന്റർനാഷണൽ ക്ലയന്റുകളിൽ നിന്നായിട്ട് 60 കോടി രൂപയുടെ എക്സ്പോർട്ട് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ബജാജ് ഇലക്ട്രിക്കൽസ് ശ്രീമതി അശ്വിൻ ആനന്ദിനെ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് 2026 മെയ് 14 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ നിയമിച്ചു. ഗോപാൽ സ്നാക്സ് 2024 ഡിസംബറിൽ ഉണ്ടായ തീപിടുത്തത്തിൽ തകർന്ന കമ്പനിയുടെ രാജ്കോട്ട് ഫെസിലിറ്റി ഇന്നു മുതൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. PVR ഐനോക്സ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 125 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 187 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല റവന്യൂവിലും 25.8% വർധനവും രേഖപ്പെടുത്തി. UPL കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 18.4%, റവന്യൂവില് 17.7% വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ 6 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ശ്യാം മെറ്റാലിക്സ് നെറ്റ് പ്രോഫിറ്റില് 61.9%, റവന്യൂവില് 18% വർധനവ് രേഖപ്പെടുത്തി. കാനറ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റില് 9.9% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 3.9% നേരിയ വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 4 രൂപ 20 പൈസ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.